ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന 4 വലിയ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വാഹനം ഓടിക്കുന്ന നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ വാഹനം നന്നായിട്ട് ഓടിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനും ഗുണം ചെയ്യുന്ന ചില അറിവുകൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. സാധാരണ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രോസ് ഓവർ മെത്തേഡും 2 പുഷ് പുൾ മെത്തേഡുമാണ്. എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന ക്രോസ് ഓവർ മെത്തേഡാണ്. സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരാം, അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ച് പറയാം. അതായത് ക്രോസ് ഓവർ മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വലത്തേക്ക് എടുത്ത് സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഞാനിത് ഇടത്തേക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്നു. ഈ ഒരു സമയത്ത് എൻ്റെ ഇടത്തെ കൈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ക്രോസ് ആയിട്ട് വരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ വലത്തെ കൈ ഇതേ ഫ്രീ ആക്കുകയാണ്. അതിനുശേഷം വീണ്ടും എൻ്റെ വലത്തെ കൈ ഇവിടെ വരുന്നു, ഇടത്തെ കൈ ഇതേ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരുന്നു. ഇവിടെ എൻ്റെ ഇടത്തെ കൈ വെക്കുന്ന സമയത്ത് എൻ്റെ വലത്തെ കൈ ഇങ്ങനെ ഫ്രീ ആക്കി കൊടുക്കുന്നു. ഇങ്ങനെ തിരിക്കുന്ന മെത്തേഡാണ് ക്രോസ് ഓവർ മെത്തേഡ്. നിങ്ങൾ എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് സ്റ്റിയറിംഗ് തിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൂടുതൽ ഒരു ടേൺ എടുക്കുന്ന അവസരങ്ങളിലൊക്കെ ഇത് ഏറ്റവും എഫക്റ്റീവാണ് നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട്. എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത് അത്രയധികം എളുപ്പമല്ല. കാരണം ബിഗിനേഴ്സിന് ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് കഴിയാതെ വരും. കാരണം ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് ലോക്ക് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു പുഷ് പുൾ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. പുഷ് പുൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇടത്തോട്ട് തിരിക്കണം. നിങ്ങൾ നോക്കിക്കേ, ഇതേ ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ടേൺ ഒക്കെ എടുക്കുന്ന അവസരങ്ങൾ ഇത് ഗുണം ചെയ്യും. പക്ഷെങ്കിൽ ഇത് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടക്കക്കാരെ സംബന്ധിച്ച് എപ്പോഴും ഇത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ 2 മെത്തേഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കിനെ കുറിച്ച് ഞാൻ പറയാം. ഇനി നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ 1 by 1 ആയിട്ട് പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴുള്ള വാഹനങ്ങളുടെ എല്ലാം സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻട്രലായിട്ട് എയർ ബാഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ എയർ ബാഗിൻ്റെ കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇടത്തും വലത്തുമൊക്കെ തിരിക്കാനായിട്ട് ഇത് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് തിരിക്കാറുണ്ട്. ഇങ്ങനെ തിരിച്ചാലുള്ള ഒരു പ്രോബ്ലം, പെട്ടെന്ന് നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എയർ ബാഗ് വെളിയിലേക്ക് തള്ളി വരുന്ന സമയത്ത് നമ്മുടെ കൈ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇടയിൽ ലോക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ അപകടം എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ എയർ ബാഗ് വെളിയിലേക്ക് തള്ളുകയും നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് ആഘാതമുണ്ടാകുകയും അത് മുഖാന്തരം ചിലപ്പോൾ നമ്മുടെ കൈ ഇത് ഇവിടുന്ന് ഇങ്ങനെ വളരെ പവറിന് നമ്മുടെ മുഖത്ത് വന്ന് ഇടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു എയർ ബാഗിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മുഖം ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ആ ഒരു സമയത്ത് നമ്മുടെ കൈ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ടും അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ കരുതരുത്. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ഓർമ്മയിലുണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി നമ്പർ 2, ഇത് ബിഗിനേഴ്സിന് വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. ബിഗിനേഴ്സ് ഒട്ടുമിക്ക ആൾക്കാരും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, ലെഫ്റ്റിലേക്ക് ടേൺ എടുക്കണം. ഇത് ഇത്തരത്തിൽ ലെഫ്റ്റിലേക്ക് ടേൺ എടുക്കും. ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കിക്കേ, സ്റ്റിയറിംഗ് ഇങ്ങനെ ലോക്കാകും. പലർക്കും തുടക്കത്തിൽ സംഭവിക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കാൻ പാടില്ല. കാരണം നമുക്കിപ്പോൾ ഇടത്തോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിധി കൂടുതൽ സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടത്തെ കൈ ജസ്റ്റ് ഇത് ഇങ്ങനെ ഫ്രീ ആക്കിയതിന് ശേഷം ഇവിടെ ക്രോസ് ആയിട്ട് വന്നിട്ട് ഈ ക്രോസ് ഓവർ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ലോക്ക് വരുന്നത് നിങ്ങൾ ഒഴിവാക്കുക. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഒരിടത്ത് ഒരു പൊസിഷനിൽ എപ്പോഴും സ്റ്റിയറിംഗിൽ കൈകൾ ഇരിക്കുക എന്നുള്ളതല്ല സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ കൈ എപ്പോഴും ഫ്രീ ആയിരിക്കണം. അതായത് നമ്മൾ എപ്പോഴും ഇത് ഇത്തരത്തിൽ ഒന്നെങ്കിൽ എടുത്തെടുത്ത് നിങ്ങൾ തുടക്കത്തിൽ തിരിക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ക്രോസ് ഓവർ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുക. ഒരിടത്ത് തന്നെ എപ്പോഴും കൈ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇനി നമ്പർ 3, പല ആൾക്കാരുടെ ഒരു പ്രോബ്ലമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ, തുടക്കക്കാരുടെ മെയിൻ ഒരു പ്രോബ്ലമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ
അവരുടെ ടെൻഷനും മറ്റു കാര്യങ്ങളും എല്ലാം സ്റ്റിയറിങ്ങിലേക്ക് കൊടുക്കുകയും സ്റ്റിയറിങ്ങിൽ വളരെ ഹാർഡായിട്ട് കൈകൾ പിടിക്കുന്ന ഒരു രീതി പലരും ചെയ്യാറുണ്ട്. ഞാൻ പല വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്യരുത്. കാരണം നമുക്ക് സ്റ്റിയറിങ്ങിൽ ഒരുപാട് ബലത്തിന് കൈകൾ പിടിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്തും കൈയുടെ ഈ ഡെൽറ്റിൻ്റെ ഭാഗത്തും ഒക്കെ ഷോൾഡറിൻ്റെ ഭാഗത്തും ഒക്കെ ഒരുപാട് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴുള്ള വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് സിംഗിൾ ഹാൻഡ് വരെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ഒരുപാട് ഹാർഡായിട്ട് സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇനി നമ്പർ 4, പല ആൾക്കാരും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു മെത്തേഡിന് പകരമായിട്ട് ദേ ഇങ്ങനെ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കാറുണ്ട്. ദേ ഈ ഒരു രീതിയിൽ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കാറുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റിയറിംഗ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, കുറച്ച് ഈ ഒരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. അതിനുശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം പെട്ടെന്നൊരു അപകടം ഉണ്ടായാലും ഈ എയർ ബാഗ് ഇങ്ങനെ തള്ളി വരത്തുള്ളൂ. കറക്റ്റ് സെൻറ്റർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് എയർ ബാഗ് ഇത് ഇങ്ങനെയായിരിക്കും തള്ളി വരുന്നത്. അത് വലിയ മിസ്റ്റേക്കിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നമ്പർ 5 അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എന്ത് സംവിധാനവും ഇപ്പോൾ പുതിയ വാഹനങ്ങളിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ പരമാവധി 2 കൈകളും സ്റ്റിയറിംഗിൽ വെച്ച് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്നായിരിക്കുക ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിന് ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ടയറിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായി, ആ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ഹാൻഡാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരികയും ഈ ഒരു രീതിയിലൊക്കെ ഷെയ്ക്ക് വന്ന് പെട്ടെന്ന് വാഹനത്തിൻ്റെ വേഗത കൂടുതലാണെങ്കിൽ സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്കൊക്കെ പോയി ഇടിച്ച് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ടും സ്റ്റിയറിങ്ങിലേക്ക് കൈകൾ വരികയാണെങ്കിൽ പെട്ടെന്നൊരു ഷെയ്ക്ക് ഉണ്ടായാലും നമ്മുടെ 2 കൈകൾ ഉപയോഗിച്ച് നമുക്ക് ഈ സ്റ്റിയറിങ്ങിനെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പരമാവധി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ 2 കൈകൾ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളും കൂടെ പറയാം. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ക്രോസ് ഓവർ മെത്തേഡ് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതലും പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇങ്ങനെ തിരിക്കുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുന്ന അവസരങ്ങളിലാണ്. ഒരു സ്ട്രെയിറ്റ് റോഡിലൊക്കെ പോകുന്ന അവസരങ്ങളിൽ നമുക്കിത് സ്റ്റിയറിംഗിൽ ഇങ്ങനെ കൈകൾ പിടിച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചാൽ മതി. കാരണം ഒരുപാട് തിരിക്കേണ്ടതായിട്ടില്ല. ചെറിയൊരു ടേണൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് തിരിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ നല്ല ടേണുകളൊക്കെ എടുക്കേണ്ട അവസരങ്ങളിൽ ഇപ്പം നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം, നമ്മൾ കൃത്യമായിട്ട് തിരിഞ്ഞു വരുന്നു, നല്ല ടേൺ എടുക്കേണ്ട അവസരങ്ങളിൽ ഇങ്ങനെ തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നമുക്ക് പൂർണ്ണമായിട്ടും എഫക്റ്റീവായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ക്രോസ് ഓവർ മെത്തേഡ് നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് വാഹനം ഓടിച്ചതിന് ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ സെൻറ്ററിൽ ഒരു എയർ ബാഗ് ഉണ്ട് എന്ന് തന്നെ കരുതിക്കൊണ്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യുക. പരമാവധി ഇങ്ങനെയുള്ള ഡ്രൈവിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ വളരെ സ്മൂത്തായിട്ട് നമ്മളുടെ കൈ സ്റ്റിയറിംഗിൽ നിന്ന് എടുത്ത് മാറ്റാനും എടുത്ത് പിടിക്കാനും പറ്റുന്ന രീതിയിൽ തന്നെ എപ്പോഴും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.